പണ്ടൊരു പഴമൊഴിയുണ്ട്, കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ പോലെ. അത് യാഥാർത്ഥ്യമായി. അപ്പം നിങ്ങൾ ആദ്യം ഈ വീഡിയോ ഒന്ന് കാണുക. ഇത് അല്പത്തരമാണെന്നുള്ളത് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് ഇത് പറയുന്നത്, അല്പത്തരമാണ്. അപ്പം ഇത് അല്പത്തരമാണെന്നുള്ളതിൻ്റെ അകത്ത് 100% സത്യമാണ്. പക്ഷെ ഏതാ അല്പത്തരം എന്നുള്ളത് ഈ വീഡിയോ കഴിയുമ്പോൾ ഞാൻ പറയാം. ഇത് കണ്ടില്ലേ, അദ്ദേഹം മുദ്രാവാക്യം വിളിക്കവിടെ നോക്ക്, കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ ആരൊക്കെ അവിടെ ഇരിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അത് ശരിയാണ്, എല്ലാ മന്ത്രിമാരും പോയി അവിടെ ഇരിക്കേണ്ട, കുറേ ആളുകൾ സദസ്സിലും ഇരിക്കണം. എന്നാൽ ധനകാര്യമന്ത്രി സദസ്സിലിരിക്കുക, മന്ത്രിമാരിൽ പലരും ഇവിടെ ഇരിക്കുക. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, അതും എത്രയോ നേരത്തെ വന്ന് ഒരു സർക്കാർ പരിപാടിക്ക് ഇരിക്കുകയാണ്. ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുകയാണ്. ഇത് ജനാധിപത്യ വിരുദ്ധല്ലേ? ഇനി ഇരിക്കുന്ന ഇദ്ദേഹത്തിന് ഒരു മാന്യത കാണിക്കുക. ഇതൊക്കെ അല്പത്തരമല്ലേ? അല്പത്തരം. എന്നിട്ട് സ്റ്റേജിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുക. ഇത് മലയാളി പൊറുക്കില്ല, മലയാളി പൊറുക്കുന്ന നിലപാടല്ല. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇത് ജനാധിപത്യത്തോടെടുക്കുന്ന സമീപനം, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ അവഗണിക്കുകയും രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിലുള്ളവർ ഇത്തരം സമീപനം സ്വീകരിക്കുകയും ചെയ്യുകയാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഇനി എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള സംസ്ഥാന നേതൃത്വത്തെ അതുപോലെ വേദിയിൽ ഇരുത്തുന്ന ഒരു പരിപാടിയാണെങ്കിൽ മനസ്സിലാക്കാം. ഇതങ്ങനെയല്ലാതെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് വിളിച്ചിരുത്തുന്നു, അദ്ദേഹം അവിടുന്ന് മുദ്രാവാക്യം വിളിച്ച് നേതൃത്വം കൊടുക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സമീപനം, ഇത് ജനാധിപത്യത്തോട് പ്രധാനമന്ത്രിയുടെ ഓഫീസും BJPയും എടുക്കുന്ന സമീപനം എന്താണുള്ളതിൻ്റെ ഉദാഹരണമാണ്. ഇപ്പൊ BJP ഇതൊരു കേന്ദ്ര പദ്ധതിയാണ് എന്ന തരത്തിലാണ് അവരുടെ പരസ്യങ്ങൾ മൊത്തം വരുന്നത്. ഇതിലാകെ ഒരു വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഒരു വായ്പയായിട്ട് നൽകിയതല്ലാതെ ബാക്കി സംസ്ഥാന സർക്കാരും ബാക്കി അദാനിയും അല്ല വായിച്ചു. പറഞ്ഞില്ല, അതൊക്കെ നേരത്തെ വ്യക്തമാക്കിയാണ്. സംസ്ഥാന സർക്കാർ ഇതിലെടുത്തിട്ടുള്ള ഇനീഷ്യേറ്റീവ് ഒക്കെ വ്യക്തമാക്കി. ഇപ്പം ഞാൻ പറയുന്ന കാര്യം, ഇതുപോലൊരു പരിപാടിയിൽ നിങ്ങൾ ആ ക്യാമറ അങ്ങോട്ട് തിരിക്കൂ. ഇതുപോലുള്ള ഒരു പരിപാടിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമായ ഒരു വ്യക്തി മണിക്കൂറുകൾക്ക് മുമ്പ് വന്നിരിക്കുകയും അദ്ദേഹം മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ഇതിനെ ജനാധിപത്യ വിരുദ്ധതയും അല്പത്തരമായിട്ട് കാണണം. ഇത് മലയാളി പൊറുക്കുവോ? മലയാളി കാണും, അല്പത്തരായിട്ട് മലയാളി വിലയിരുത്തും. ജനാധിപത്യ വിരുദ്ധമാണ്. കേരളത്തിന്റെ ധനകാര്യമന്ത്രി ഇതാ സദസ്സിലിരിക്കുകയാണ്, ഞങ്ങൾ മന്ത്രിമാരിരിക്കുക. അതിൽ ഞങ്ങൾക്ക് ആർക്കും പരാതിയില്ല. എല്ലാ സംസ്ഥാന മന്ത്രിമാരും കയറി വേദിയിൽ ഇരിക്കണം എന്നുള്ള ഒരു നിർബന്ധവും നമുക്ക് ആർക്കുമില്ല. അത് സെലക്ട് ചെയ്ത ആളുകൾ ഇരുന്നാൽ മതി, ബന്ധപ്പെട്ടവർ ഇരുന്നാൽ മതി. എന്നാൽ എന്താണ് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമായ ഒരു വ്യക്തി അവിടെ ഇരിക്കുന്നതിന്റെ മാനദണ്ഡം? അത് പരിശോധിക്കപ്പെടണ്ടേ? അപ്പോൾ ഇപ്പോൾ ഗോവിന്ദ മാഷ്, ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, മുൻ മന്ത്രിയാണ്, ഇപ്പോൾ MLA ആണ്, അദ്ദേഹം അവിടെ സദസ്സിലിരിക്കുന്നു. അപ്പോൾ ഇത് ജനാധിപത്യ വിരുദ്ധ സമീപനമാണ്. ഞങ്ങൾക്ക് അധികാരം ഉണ്ടെങ്കിൽ എന്ത് വൃത്തികേട് ചെയ്യും, എന്ത് അല്പത്തരം ചെയ്യും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ പ്രധാനമന്ത്രിയുടെ പരിപാടികൾ പൊതുവെ SPG സുരക്ഷയാണ്, വലിയ സുരക്ഷയാണ്. പക്ഷേ കഴിഞ്ഞ ഒരു മാസമായിട്ട് കേരളത്തിലെ ആകപ്പാടെ ഒരു ചർച്ചാ വിഷയമാണ് വിഴിഞ്ഞം തുറമുഖത്തെ പറ്റി. അപ്പൊ അതിനെപ്പറ്റി പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് കഥകൾ പറയണം. അപ്പൊ അത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇപ്പം മന്ത്രി ചോദിച്ച ചോദ്യത്തിന്റെ എല്ലാ ഉത്തരം പറയേണ്ട ഒരാള് ഇവിടെ 6 അടി മണ്ണിൽ സുഖമായിട്ട് നിദ്ര കൊള്ളുകയാണ്. പുതുപ്പള്ളിപ്പള്ളിയുടെ പരിപാവനമായ മുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും പുതുപ്പള്ളിക്കാരനുമായ ഉമ്മൻചാണ്ടി സാറ്. അപ്പൊ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ പുതുപ്പള്ളിയുള്ള നമ്മൾ അതിന് പ്രതികരിച്ചില്ലെങ്കിൽ അത് ആകെപ്പാടെ ഒരു പ്രശ്നമാകത്തില്ലേ? അപ്പൊ ഞാൻ കുറച്ച് ദിവസം എല്ലാം തിരക്കിലായിരുന്നു. അപ്പൊ ഇതിനെപ്പറ്റി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിശദമായിട്ടൊന്ന് പഠിച്ചു നോക്കുകയായിരുന്നു, വിഴിഞ്ഞം തുറമുഖത്തെ പറ്റി. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായിട്ട് വേണ്ട എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി. അപ്പൊ ഇനി നമുക്ക് തുറമുഖത്തെ പറ്റി പറയാം. കേരളത്തിന്റെ ആദരണീയനും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന പുതുപ്പള്ളി MLAയുമായ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പദ്ധതി ശരിക്കും അത് പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിക്കുകയും ഏറ്റവും കൂടുതൽ അതിന് കഷ്ടപ്പെടുകയും ചെയ്തത് ഉമ്മൻചാണ്ടി സാർ എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ രാഷ്ട്രീയമല്ല ഉദ്ദേശിക്കുന്നത്, യഥാർത്ഥ സത്യമാണ്. അപ്പം എന്നെപ്പോലെ തന്നെ മലയാളികളായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉമ്മൻചാണ്ടി സാറിന് ഇതിന്റെ പങ്ക് എന്താന്നുള്ളത്. പക്ഷെ ഇപ്പം വന്നിരിക്കുന്നത് ഈ ഒരു പദ്ധതി നടപ്പിലാകുമ്പോൾ ഇത് നടപ്പിലാക്കിയത് കേരള സർക്കാരാണ്. അപ്പം ഇത് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്ന കാലത്ത് ഉമ്മൻചാണ്ടി സാർ ഒരുപാട് ആരോപണങ്ങൾ കേട്ടായിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം, ഇത് കടൽ കൊള്ളയാണ്, അതുപോലെ നമ്മുടെ പണം മുഴുവൻ
അദാനി ഗ്രൂപ്പ് നമ്മുടെ കേരളത്തെ വിറ്റ് അദാനി ഗ്രൂപ്പിന് വിറ്റെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിമർശനം കേട്ടെങ്കിലും നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് ശരിക്കും ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കേരളത്തിനൊരു മുതൽക്കൂട്ടാകും എന്നുള്ളതിനെപ്പറ്റി അദ്ദേഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടാണ് ഈ വിഴിഞ്ഞം പദ്ധതി. അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇതിന്റെ പങ്കെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാറിനും അതിന്റെ അകത്ത് പങ്കുണ്ടെന്നുള്ളത് 100% സത്യമാണ്. പക്ഷെ അത് അംഗീകരിക്കാൻ എല്ലാവർക്കും ഒരു മടിയാണ്. കാരണം നമ്മൾ അങ്ങനെയാണല്ലോ, ഇപ്പം രാഷ്ട്രീയത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഏതെങ്കിലും ഒരു കാര്യങ്ങൾ തുടങ്ങി വെക്കുക, അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു ക്രെഡിറ്റും കാണത്തില്ല. പക്ഷെ ഇത് ഈ ഉദ്ഘാടനം നടത്തുന്നവർക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇന്നത്തെ കേരളത്തിലെ മന്ത്രിസഭ അംഗങ്ങൾ മുഴുവൻ വേദിയിലിരിക്കുമ്പം BJPക്കാര് അവിടെ കയ്യടി നേടുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കാരണം BJPക്കും ഇതിന്റെ അകത്ത് വലിയ കാര്യമായ റോളൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഈ പരിപാടി മുഴുവൻ നടത്തുന്നത് BJP ആണെന്നുള്ളതാണ്. ഇന്നലത്തെ മലയാള മനോരമ പത്രം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരു പേജിന്റെ അകത്ത് പിണറായി വിജയന്റെ ഫോട്ടോ വെച്ചൊരു വലിയ പരസ്യമുണ്ട്. അതുപോലെ തന്നെ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയ മോദി സർക്കാരിന് അഭിവാദനങ്ങൾ എന്നും പറഞ്ഞൊരു ഇതുണ്ട്. പക്ഷേ മോദി സർക്കാർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് ഫണ്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കൊടുത്തതൊന്നുമല്ല, അത് പലിശ സഹിതം അവർ ഈടാക്കും. അപ്പൊ അതിൻ്റെ അകത്ത് ഇപ്പം ഒരു ബാങ്ക് നമുക്കിപ്പം വീട് പണിയാൻ വേണ്ടി ബാങ്ക് ലോണ് തരുമ്പോഴത്തേന് നമ്മൾ ഈ വീട് പണിതത് മുഴുവൻ നമ്മളിതിനെ കഷ്ടപ്പെടുത്ത മുഴുവൻ നമ്മളാണ്. പക്ഷെ ഇതിന്റെ ഈ വീടിന്റെ ഫ്രണ്ടിൽ ഈ ബാങ്കുകാരുടെ ഫോട്ടോ വെക്കാൻ പറ്റുമോ? അതുപോലെ നമുക്കിത് ഫ്ലക്സ് അടിച്ചു വെക്കാൻ പറ്റുമോ ലോൺ അടിക്കുന്നത്? പക്ഷെ ഇപ്പൊ ഇത് മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയെന്ന് പറഞ്ഞാലാണ് ഇപ്പം BJP സർക്കാർ ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അടിച്ചെടുത്തുണ്ട്. പക്ഷെ ഇതെല്ലാം ഇവർ അനുഭവിക്കേണ്ടതാണ്. കാരണം ഇതിന്റെ എല്ലാം പിന്നിൽ ഇവർക്കെല്ലാം ഇതിന്റെ അനുഭവം കിട്ടാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ ഒരാളെ പുതുപ്പള്ളി പള്ളിയുടെ മുറ്റത്ത് ഒരു 6 അടി മണ്ണിൽ ഒരാൾ അന്ത്യവിശ്രമം കൊടുക്കുന്നുണ്ട്. അദ്ദേഹമാണ് ഇപ്പോഴും ഇതിനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് ബാക്കി ഇതെല്ലാം വന്നിരിക്കുന്നത്. അതെല്ലാം നിങ്ങൾ അനുഭവിക്കാതെ ആരും പോകത്തില്ല. അപ്പൊ അതെല്ലാം കേട്ടുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് തിരിച്ചടികൾ നേരിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉമ്മൻചാണ്ടി സാറ് ആരായിരുന്നു എന്നുള്ളത്. ഉമ്മൻചാണ്ടി സാർ ഈ മണ്ണ് വിട്ടുപോയത് 2023 ജൂലൈ മാസമാണ്. എങ്കിലും ഇതിപ്പം 2025 മെയ് മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പൊ ഇത്രയും വർഷങ്ങളായിട്ടും ഉമ്മൻചാണ്ടി സാറിന്റെ കല്ലറയിൽ വരുന്ന ജനങ്ങള് രാപകലില്ലാതെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടെ കല്ലറയിൽ വരികയും അവിടെ പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്ന ആൾക്കാരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ, ഇതിനു മുമ്പ് എത്രയോ മന്ത്രിമാര് ജീവിച്ചിരുന്നു, അതുപോലെ എത്രയോ മന്ത്രിമാര് മരണപ്പെട്ടു, ഏതെങ്കിലും ഒരു കല്ലറയിൽ ഇതുപോലെ ജനങ്ങൾ വരുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഒരിക്കലും നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കത്തില്ല. അതാണ് ഉമ്മൻചാണ്ടി എന്ന പുതുപ്പള്ളിക്കാരൻ. അപ്പൊ ഈ വാർത്ത സംബന്ധിച്ച് ഒരുപാട് കമന്റുകളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വായിച്ചു. അപ്പൊ ഉമ്മൻചാണ്ടി ഇതിന് കല്ലിട്ട് മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിന് വേറെ പണിയൊന്നും ഇല്ലായിരുന്നെന്നാണ് കുറേ ആൾക്കാർ ചോദിച്ചത്. ആ പറയുന്ന ആൾക്കാരോട് എനിക്ക് ചോദ്യം, നിങ്ങൾ ഗൂഗിളിൻ്റെ അകത്തൊന്ന് സെർച്ച് ചെയ്താൽ അറിയാം, നിങ്ങളുടെ കയ്യിലെല്ലാം ഇന്ന് ആധുനിക നിലവാരമുള്ള ഫോണാണ് കയ്യിലുള്ളത്. അതിൻ്റെ അകത്ത് സെർച്ച് ചെയ്താൽ അറിയാം ഉമ്മൻചാണ്ടി സർക്കാർ, ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ വ്യക്തി എന്തുമാത്രം ഈ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടു, അല്ലെ എന്തുമാത്രം പേപ്പർ വർക്കുകൾ അദ്ദേഹത്തിന്റെ മന്ത്രിസഭ മുന്നോട്ട് നീക്കിയെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അതിൽ കാണാൻ പറ്റും. അതൊന്നും സത്യമല്ലാതായിരിക്കത്തില്ല. നിങ്ങളൊക്കെ എത്രയൊക്കെ തേച്ച് മായ്ച്ച് പറഞ്ഞാലും, എത്രയൊക്കെ മീറ്റിംഗ് പ്രസംഗിച്ചെന്ന് പറഞ്ഞാലും, ജനങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തികൾ, അത് ഞാനും നിങ്ങളും അടക്കമുള്ള ജനങ്ങൾ എന്ന വ്യക്തികൾക്ക് ഇതിന്റെ എപ്പോഴും ഇതിന്റെ സത്യം മനസ്സിലാവും. ഏതെങ്കിലും ഒരു കാലത്ത് ഇത് സത്യം എല്ലാം മറയും നീക്കി പുറത്തു വരുമെന്നുള്ളതാണ്. സത്യത്തിന് അങ്ങനെ ഒരു മുഖം കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് മറക്കാതിരിക്കുക. അതുപോലെ ഒരു ഭരണസമിതിയിൽ ഇരിക്കുന്ന ആൾക്കാർ ആ സമയത്ത് ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അതിന് കല്ലിടുകയും അടുത്ത ഭരണസമിതി വരുമ്പോൾ അതിന് തിരിഞ്ഞു നോക്കാതിരിക്കുകയും വീണ്ടും പഴയ ഭരണസമിതി വരുമ്പോഴായിരിക്കും പിന്നെ ഇപ്പോൾ അതുപോലെയുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ഇപ്പം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങി വെച്ച ഒരു പദ്ധതികളും മറ്റുള്ള ഇത് സർക്കാർ വരുമ്പോഴത്തേന് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. അതിനൊക്കെയുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇപ്പം നമ്മുടെ പുതുപ്പള്ളിയിലെ ബഹുമാനപ്പെട്ട MLA പറയുന്നുണ്ട്, എനിക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് എന്നെ അവഗണിക്കുന്നെന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം പാമ്പാടി പോയി സത്യാഗ്രഹം ഇരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഭരിക്കുന്ന നമ്മുടെ ഇപ്പം ഇരിക്കുന്ന MLA ഒരു ഭരണകക്ഷിയിൽപ്പെട്ട ആള്, അതുപോലെ ഭരണം മറ്റൊരു ഭരണകക്ഷിയിലാണെന്നുണ്ടെങ്കിൽ ലോകത്തിൽ ഒരു കാര്യം നടക്കുകയാണെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഈ വിഴിഞ്ഞം തുറമുഖവും അതുപോലെ ഇപ്പൊ ഈ പുതുപ്പള്ളി പഞ്ചായത്തിന്റെ അവസ്ഥ. അപ്പൊ നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേളയിൽ ഇതുപോലെ ഒരു നല്ല തിരിച്ചടി കിട്ടിയതിന് അത് ആരാ ചെയ്തെന്നുള്ളത് തേണ്ടി ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട്. ആ തിരിച്ചടി നിങ്ങൾക്ക് കിട്ടിയത് ഇദ്ദേഹം മൂലമാണ് ആ തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതും കൂടെ ഒന്ന് കാണുക. വിഴിഞ്ഞം കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അതിനുവേണ്ടി 1991 മുതൽ നമ്മൾ ശ്രമിക്കുക, പക്ഷേ ഇതുവരെ വിജയിച്ചിട്ടില്ല. ഇപ്പോൾ അതൊരു അവസാന ഘട്ടത്തിലേക്ക് എത്തി.
ടെൻഡർ വിളിച്ചപ്പം 5 ലക്ഷം 6 ലക്ഷം രൂപ ഫീസ് അടച്ച് 8 ലക്ഷം രൂപ ഫീസ് അടച്ച് ടെൻഡർ ഫോം പലരും മേടിച്ചപ്പോൾ നമുക്കല്പം ഓവർ കോൺഫിഡൻസ് ആയി, സമ്മതിക്കുന്നു. കാരണം 8 ലക്ഷം രൂപ കൊടുത്ത് ഫോം മേടിച്ചവർ ടെൻഡറിൽ പങ്കെടുക്കാതിരിക്കുമോ? പങ്കെടുക്കും എന്ന് വിശ്വസിച്ചു. അതുകൊണ്ട് നമ്മൾ ആരെയും കോണ്ടാക്ട് ചെയ്തില്ല. പക്ഷേ അവസാന ദിവസം ആരും അപേക്ഷിച്ചില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ ആകെ അത്ഭുതപ്പെട്ടു. കാരണം നമ്മുടെ എല്ലാം വലിയ പ്രതീക്ഷയായിരുന്നു. ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ അത് രൂക്ഷമായി ഗവൺമെൻറ്റിനെ വിമർശിച്ചു. ഞാൻ ആ വിമർശനം ഉൾക്കൊള്ളുന്നു. ഞങ്ങൾക്കല്പം ഓവർ കോൺഫിഡൻസ് ആയി പോയി. ഞങ്ങൾ ഒരാളെയും കോണ്ടാക്ട് ചെയ്തില്ല. താനേ ടെൻഡർ വരുമെന്ന് നമ്മൾ ധരിച്ചു. നമ്മൾ ഈ ടെൻഡർ ഫോം മേടിക്കുകയും അവർ വന്ന് പല വിധത്തിലുള്ള വിവരങ്ങൾ ആരായുകയും ചെയ്തു. അതെല്ലാം അവർക്ക് കൊടുത്തു. അപ്പം ടെൻഡർ വരുമെന്ന് ധരിച്ചു. അങ്ങനെ വന്ന് രൂക്ഷമായ വിമർശനം വന്ന സമയത്ത് ഇതിൻ്റെ ഡയറക്ടർ ബോർഡ് കൂടി തീരുമാനമെടുത്തു, മുഖ്യമന്ത്രി എല്ലാ കമ്പനികളുമായി കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ ആ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സാറേ ഞാൻ ഒറ്റയ്ക്കല്ല കണ്ടത്, പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ, ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി പോർട്ട്, ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ, ഡൽഹി റെസിഡൻറ്റ് കമ്മീഷണർ ശ്രീ ബാബുവും ഞാനും നമ്മുടെ ഫുൾ ടീമായിട്ട് നിന്നിട്ടാണ്. അതുപോലെ തന്നെ ശ്രീ അദാനിയും ഒറ്റയ്ക്കല്ല വന്നത്. അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ടാണ് വന്നത്. നമ്മൾ പരമാവധി അവരെ കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവർക്ക് പല സംശയങ്ങളുണ്ട്. ഒന്ന് വല്ലാർപാടത്തിൻ്റെ സ്ഥിതിയെ സംബന്ധിച്ച്, പിന്നെ കേരളത്തിലെ പൊതുവായ അന്തരീക്ഷത്തെക്കുറിച്ച്, അതിനൊക്കെ അവർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. നമ്മളിവരെ മാത്രമല്ല മറ്റു കമ്പനികളുമായിട്ടും ഞാൻ ബന്ധപ്പെട്ടു. പക്ഷേ ഞാൻ വിളിച്ച രണ്ടാമത്തെ കമ്പനിയുടെ MD അന്ന് യൂറോപ്പിലായിരുന്നു, അതുകൊണ്ട് കാണാൻ സാധിച്ചില്ല. ഇതാണ് ആ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. അതിൻ്റെ പേര് അഴിമതി. നിങ്ങൾ ഏത് സംശയവും പറഞ്ഞു, ഏത് നിർദ്ദേശവും വെച്ചു, അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കാവും ധരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്.